ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം റിവീൽ ചെയ്തിരിക്കുകയാണ്, വെളിപ്പെടുത്തിയിരിക്കുകയാണ്. പിന്നെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് വന്നാണ് ഈ ഒരു റിപ്പോർട്ട്. അതായത് UNRWA, ഈ UNRWAയുടെ ഉദ്യോഗസ്ഥരും ഈ ഹമാസ്, അതേപോലെ പോപ്പുലർ ഫ്രണ്ട് ലിബറേഷൻ ഓഫ് പാലസ്തീൻ, പിന്നെ ഇസ്ലാമിക് ജിഹാദ് ഇൻ പാലസ്തീൻ, അങ്ങനെ ഒരുപാട് ടെറർ ഗ്രൂപ്പുകളുമായിട്ട് 2014 മുതൽ 2019 വരെ ഇരുന്ന ചീഫ് പൊസിഷനിലിരുന്ന UNRWAയുടെ ചീഫ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടൊക്കെ മീറ്റിംഗ് നടത്തിയിട്ടുണ്ടെന്നുള്ളതിൻ്റെ മീറ്റിങ്ങിൻ്റെ ഫുട്ടേജസ്, അതേപോലെ അവർ നിയമിച്ച ഒരു 12 സ്കൂളുകളുടെ പ്രിൻസിപ്പൽസ്, ഇവരുടെയൊക്കെ ഡീറ്റെയിൽഡ് സീക്രട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പുറത്തു വിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇമേജും കാര്യങ്ങളും ആ സെയിം ഫോട്ടോസ് ഞാനിവിടെ ടാഗ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഹമാസിൻ്റെ ലീഡറായിട്ടുള്ള ആളുണ്ട്, പുള്ളി ഹമാസിൻ്റെ ഫോറിൻ റിലേഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്. അലി ബറാക്ക എന്നാണ് പുള്ളിയുടെ പേര്. അലി ബറാക്ക ഫോറിൻ റിലേഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന ആളാണ് ഹമാസിന്റെ, പ്രത്യേകിച്ച് ഇറാൻ റെജീം, അതേപോലെ ഇറാൻ, ലബനാൻ, ഇറാൻ, സിറിയ ഈ ഭാഗങ്ങളൊക്കെ പിന്നെ ഫോറിൻ റിലേഷൻസിൽ ഹാൻഡിൽ ചെയ്യുന്ന ആളാണ് അലി ബറാക്ക. UNRWAയുടെ കമ്മീഷണർ ജനറൽ ആയിട്ടിരുന്ന ആളാണ് ഈ പിയർ എന്ന് പറഞ്ഞ ആള്. ഈ പിയർ എന്ന് പറഞ്ഞ ആളാണ് ഈ സെൻട്രലിൽ നിൽക്കുന്ന ആള്. അയാളാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അതായത് ഈ ഒരു തീവ്രവാദ സംഘടനയുടെ ആൾക്കാരെയൊക്കെ പ്രധാനപ്പെട്ട പൊസിഷൻസിൽ നിയമിക്കാനും പ്രത്യേകിച്ച് സ്കൂളുകളുടെ പ്രിൻസിപ്പൽസ് ആയിട്ട് കൊണ്ടുവരാനും ഈ സ്കൂളുകളിൽ ഹയർ ചെയ്യുന്ന ടീച്ചേഴ്സിനെയൊക്കെ ഈ ഒരു ഡോക്ട്രിൻ പഠിപ്പിക്കുന്ന ആ ഒരു മതപരമായ പഠനം പഠിപ്പിക്കുന്ന രീതിയിലുള്ള ശരിക്കും പറഞ്ഞാൽ ഒരു ഇസ്രായേലിനെതിരായിട്ട് പിന്നെ ഉള്ള പഠനങ്ങൾ പഠിപ്പിക്കുന്ന ആൾക്കാരെ നോക്കി തീരുമാനിച്ചതെന്നുള്ളതാണ്. കാരണം ഇവരുടെ ഒരു ജിഹാദ് മൂവ്മെന്റിനെ കുറിച്ചുള്ള പഠനങ്ങളാണ് ഇവർ ഈ ക്ലാസ് മുറികളിൽ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു റിസർച്ചിന് പോയപ്പോഴത്തേക്കാണ് ഈ ഒരു ഡേറ്റാസ് ഒക്കെ വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹക്കാം ഷഹവാൻ എന്ന് പറഞ്ഞ ഈ വ്യക്തിയാണ് ഈ UNRWAയുടെ ലെബനാന്റെ ചീഫായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത്. അപ്പൊ ഇവർ ശരിക്കും പറഞ്ഞാൽ 2019 വരെയുള്ള കാലഘട്ടത്തിൽ ഇവരുടെ ഒരു പീരീഡിൽ ഇവർ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയിട്ടാണ് ഇവരുടെ പിന്നെ പോസ്റ്റിൽ നിന്ന് ഇവർ വിരമിച്ചത്, ഇല്ലെങ്കിൽ ഇവർ വേറെ സ്ഥലത്തേക്ക് മാറ്റപ്പെട്ടത്. പക്ഷെ ഇപ്പോഴും ഇവർ നിയമിച്ച ആൾക്കാരുടെ ആ ഒരു ജോലി, കർത്തവ്യം തുടർന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ്. കാരണം നമുക്കൊരാളെ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ പ്ലേസ് ചെയ്താൽ മതിയല്ലോ, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളും. അപ്പൊ അങ്ങനെയാണ് UNRWAയിൽ ഒരുപാട് ആൾക്കാർ ഈ ഒരു ഹമാസിന്റെയും ഈ പല തീവ്രവാദ സംഘടനകളിലെ ആൾക്കാരായിട്ടൊക്കെ വന്ന് പെട്ടതെന്നുള്ളതാണ് ഇതിനകത്ത് കൃത്യമായി ഈ റിപ്പോർട്ട് പറഞ്ഞു വെക്കുന്നത്. ഇതിനകത്ത് അബു ഇസ്മായിൽ പാലസ്തീനിയൻ ജിഹാദ് ഗ്രൂപ്പിന്റെ ആളാണ്. അലി ഫൈസൽ, ഇതും ഇതേപോലെ ഒരു ലിബറേഷൻ ഗ്രൂപ്പിന്റെ തീവ്രവാദ സംഘടനയുടെ ഒരു തലപ്പത്തിരിക്കുന്ന വ്യക്തിയാണ്. സാലെ അലി യൂസഫ്, ഇതും PFLAയുടെ ആള് തന്നെയാണ്. പിന്നെ പോരാളിയെ രൂപപ്പെടുത്തി പിന്നെ ഇസ്രായേലിനെതിരെ പൊരുതാൻ വേണ്ടിയിട്ട് നമ്മൾ രൂപപ്പെടുത്തി എടുക്കണം എന്നുള്ള നിലയിൽ ക്ലാസ്സുകൾ കൊടുക്കണം എന്നുള്ള രീതിയിൽ നല്ല ഉറച്ച തീരുമാനത്തോടു കൂടി മുസ്ലിം ബ്രദർഹുഡിന്റെ ആളിനെ നോക്കി ഈ സ്കൂളുകളുടെ തലപ്പത്ത് ഇട്ടിരിക്കുന്നുള്ളതാണ്. പിന്നെ ഈ കാണുന്ന ഫോട്ടോ എന്താണ്ട് 12 സ്കൂൾ പ്രിൻസിപ്പൽസ് അത് കറക്റ്റായിട്ട് നിയമിച്ചിരിക്കുകയാണ്. അതായത് സ്കൂളുകളിൽ എന്ത് പഠിപ്പിക്കണം. പിന്നെ ലെബനാന്റെ മുകളിൽ ഏതാണ്ട് 3rd and 4th റൗണ്ട് അറ്റാക്ക് ആണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഇന്നലെ രാത്രി മൊത്തം ഏതാണ്ട് 140 അറ്റാക്സ് ആണ് മൊത്തത്തിൽ, ഗ്രൗണ്ട് പ്ലസ് എയർ സ്ട്രൈക്കും കൂടെ ചേർത്തിട്ടാണ് ആ രീതിയിലുള്ള അറ്റാക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇന്റർനാഷണൽ കോർട്ടിന്, അന്താരാഷ്ട്ര കോടതിയിൽ നിന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിനും അതേപോലെ ഇതിന് മുമ്പിരുന്ന ഡിഫൻസ് മിനിസ്റ്റർ യോവ് ഗാലന്റിനുമെതിരെ ഈ ഒരു അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതിനെ തുടർന്ന് വെസ്റ്റേൺ വേൾഡിൽ തന്നെ 2 ചേരികളായിട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്. അതിൽ ജസ്റ്റിൻ ട്രൂഡോ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഞാൻ അന്താരാഷ്ട്ര കോടതിയുടെ നിയമത്തെ കൃത്യമായി പാലിക്കുന്നു എന്നുള്ള രീതിയിൽ, ഒബേ ചെയ്യുന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പുള്ളി പുറത്തുവിട്ടിരിക്കുന്നത്. ഡച്ച് ഫിനാൻസ് മിനിസ്റ്റർ, ഡച്ച് എന്ന് പറയുമ്പോൾ അറിയാലോ നെതർലാൻഡിന്റെ ഫോറിൻ മിനിസ്റ്റർ ഇസ്രയേലിലേക്ക് ട്രാവൽ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അവിടെ ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട്. അത് പുള്ളി നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം അന്താരാഷ്ട്ര കോടതി സ്ഥിതി ചെയ്യുന്നത് തന്നെ നെതർലാൻഡിലാണ്. അവിടെ നിന്നാണ് ഈ ഒരു അനൗൺസ്മെന്റ് വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ പുള്ളി അതിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് വരവ് ക്യാൻസൽ ചെയ്തിരിക്കുകയാണെന്നുള്ളതാണ്. ഇറ്റലി കുറച്ചുകൂടെ കടന്ന കൈ പ്രയോഗം നടത്തിയിട്ടുണ്ട്. ഇറ്റലി പറഞ്ഞിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഇടയിൽ യൂണിഫിലിന്റെ അറ്റാക്കിനെ തുടർന്ന് തന്നെ തർക്കമുണ്ടായിരുന്നു. അതിന്റെ ക്ലാരിഫിക്കേഷൻ ഇസ്രയേൽ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ആ ഒരു വൈരാഗ്യം തുടരുകയാണ്. ഇറ്റലി പറഞ്ഞിരിക്കുന്നത് ബെഞ്ചമിൻ നെതന്യാഹു ഇറ്റലി വിസിറ്റ് ചെയ്താൽ, ഈ ഒരു അറസ്റ്റ് വാറന്റ് നിലനിൽക്കുന്ന സമയത്ത് ഇറ്റലിയിൽ വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റലി അറസ്റ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ യൂറോപ്യൻ കൗൺസിലിൽ പെടുന്ന ഈ ഒരു 4 രാജ്യങ്ങൾ, പിന്നെ യൂറോപ്യൻ കൗൺസിൽ പ്ലസ് ഒരു 4 രാജ്യങ്ങളും കൂടെ ഉണ്ട്. ഇവരൊക്കെ പറഞ്ഞിരിക്കുന്നത് പിന്നെ അവരെല്ലാം ഈ ഒരു അന്താരാഷ്ട്ര കോടതി നിയമത്തെ പിന്നെ ബഹുമാനിക്കുന്നു എന്നുള്ള നിലയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ, അതുമായിട്ട് ബന്ധപ്പെട്ട യൂറോപ്പ് അതേപോലെയുള്ള കുറച്ച് രാജ്യങ്ങളൊക്കെ ഈ നെതന്യാഹുവിന് എതിരായിട്ടും, പിന്നെ US ഇതിനെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് വിട്ടിരിക്കുന്നത് ഈ അന്താരാഷ്ട്ര കോടതിയെ ഞങ്ങൾ സാങ്ഷൻ ചെയ്യും എന്നാണ് US പറയുന്നത്.
US സെനറ്റിൽ നല്ല സൗണ്ട് ആയിട്ടുള്ള റിപ്പബ്ലിക്കൻസ് ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിലെ അപ്കമിങ് ലീഡേഴ്സ് എല്ലാം കൂടെ ചേർന്നിട്ട് അവർ പറയുന്നത് ഇത് ഇന്റർനാഷണൽ കോടതിയെ ഞങ്ങൾ ഇതുപോലെ സാങ്ഷൻ ചെയ്യും. കാരണം ഇന്റർനാഷണൽ കോടതി ഇതേപോലെ അറസ്റ്റ് വാറന്റ് ഇന്റർനാഷണൽ കോടതി ഇതേപോലെ പറഞ്ഞ ഒരാളാണല്ലോ പുടിൻ അവിടെ ഇരിപ്പുണ്ട്. പുടിനൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പം ഇന്ത്യയിലേക്ക് അടുത്ത വിസിറ്റ് വരാൻ പോകുന്നതാണ് കേട്ടത് പുടിൻ. അപ്പൊ ആ രീതിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അന്താരാഷ്ട്ര കോടതി ഒരു കോമാളിയാകുന്ന ഒരു അവസ്ഥയാണ് എത്തിയിരിക്കുന്നത്. ഇത് ശരിക്കും ട്രംപ് ഒരു മാസത്തിൽ ഒരു 40 ദിവസത്തിൽ റിപ്പബ്ലിക്കൻ ഗവൺമെന്റ് അമേരിക്കയിലേക്ക് വരുന്ന സമയത്ത് ഈ കോടതിയുടെ നിയമങ്ങളെല്ലാം റദ്ദ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഇതിൽ യാതൊരു മാറ്റമില്ല എന്നുള്ളത് സാങ്ഷൻ ചെയ്ത് നിർത്തും. കാരണം ഈ ഇന്റർനാഷണൽ കോടതി എന്ന് പറഞ്ഞാൽ അവർക്കൊരു പരിധിയുണ്ട്. ജൂറിസ്ഡിക്ഷൻ ഇല്ല, അവർക്ക് ജൂറിസ്ഡിക്ഷൻ ഇല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഈ ഒരു ഇന്റർനാഷണൽ കോടതിയിലുള്ള നിയമം വെച്ചിട്ട് ഇവർക്ക് അങ്ങനെ പെട്ടെന്ന് ഒരാളെ പൂട്ടാനൊന്നും പറ്റത്തില്ല. അങ്ങനെ പൂട്ടണം എന്നുണ്ടെങ്കിൽ അത് അമേരിക്ക തന്നെയാണ് വിചാരിക്കേണ്ടത്, അല്ലാതെ ഇതിനകത്ത് വേറെ ഒരു കളിയും നടക്കത്തില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെയും അതുപോലെ ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെയും ഇടയ്ക്കുള്ള ഈ ഡെമോക്രാറ്റ് ആൻഡ് റിപ്പബ്ലിക്കിന്റെ ഒരു കളിയായിട്ടാണ് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ രീതിയിലാണ് ഇന്റർനാഷണൽ കോടതിയിൽ നിന്ന് ഈ ഒരു വിധി ഇന്ന് ഉണ്ടായിരിക്കുന്നത്. സീസ് ഫയറിന് സമ്മതിക്കുന്നില്ല എന്നുള്ള നിലപാടെടുത്തത് കൊണ്ടാണ് അതിന് തൊട്ടു പുറകെ ഈ ഒരു അന്താരാഷ്ട്ര കോടതി എന്നുള്ള ഈ വിധി ഈ ഡെമോക്രാറ്റിക് പാർട്ടി ഇങ്ങനെ രൂപപ്പെടുത്തിയെടുത്ത് കൊണ്ടുവന്നത്. ഇവർ അറിയാലോ, ഇവർ ഇതേപോലെയാണ് ഓരോ പ്രവർത്തികളും ചെയ്യുന്നത്. ഇവർ ഒരു റിസർവ് ആയിട്ട് ഒരു തീരുമാനം എടുത്ത് വെച്ചിട്ടുണ്ടാവും. അതായത് ഇത് നടന്നാൽ ഇങ്ങനെ, ഇത് നടന്നില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ. അപ്പൊ പ്ലാൻ എ പ്ലാൻ ബി ആ രീതിയിലാണ്. അതായത് ഈ ബെഞ്ചമിൻ നെതന്യാഹു ഈ ഒരു ലബനാനി എന്ന് പറഞ്ഞ സീസ് ഫയറിനെ തള്ളിക്കളഞ്ഞതോടുകൂടിയാണ് ഈ ഒരു വിധി ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പൊ ഇത് വളരെ കൃത്യമാണ്, വളരെ സ്പെസിഫിക് ആയിട്ട് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള വളരെ ശക്തമായ തീരുമാനമാണ് പുള്ളി എടുത്തത്. അതിലൊന്നും പറയാനില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പൊ കാണുന്ന ഒരു ഇമേജ് ഇല്ലേ, അതായത് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലേഡി ഈ പർദ്ദയൊക്കെ ഇട്ട് നല്ല രീതിയിൽ കവർ ചെയ്ത് ഫേസും എല്ലാം കവർ ചെയ്ത് അവിടെ ഇരിപ്പുണ്ട്. ഒരു ലേഡി അവരുടെ ഫേസ് ബ്ലർ ചെയ്തിട്ടുണ്ട്. കാരണം ഇറാൻ അങ്ങനെയാണ് ആ ഇമേജ് പുറത്ത് വിട്ടിരിക്കുന്നത്, ഇറാന്റെ മീഡിയ. കാരണം അവരങ്ങനെ പുറത്ത് കാണിക്കത്തില്ല. കാരണം അവർ ഡ്രസ്സിംഗ് ഒക്കെ കുറച്ച് ഒരു മോഡേൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മോഡേൺ അല്ല, മുഖമൊക്കെ വെളിയിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അവര് ആ ഓഫീസറോട് ആർഗ്യൂ ചെയ്യാണ്. കാരണം അവർ ആർഗ്യൂ ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ് അവർ ആർഗ്യൂ ചെയ്യുന്ന പറഞ്ഞാൽ ഈ ഡ്രസ്സിങ്ങിന്റെ കോഡിനെ കുറിച്ചുള്ള, ഈ ഡ്രസ് കോഡിനെ കുറിച്ചുള്ള ആർഗ്യുമെന്റ് ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഇതിനെ യുണൈറ്റഡ് നേഷൻസിൽ ഈ ഇറാന്റെ ഡ്രസ് കോഡിനെ ചൊല്ലിയും അവിടെ അതിനെ ചൊല്ലി നടക്കുന്ന ചില കൂട്ടക്കൊലകൾ, ഈ പിടിച്ച് കൊണ്ടുപോയി ഈ ഡ്രസ് കോഡ് ചൊവ്വേ നേരെ ധരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഈ ചൊവ്വേ നേരം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ മറച്ച് ധരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവരെ കൊണ്ടുപോയി പബ്ലിക് ആയിട്ട് കൊല്ലുന്ന, സ്റ്റോൺ ചെയ്യുന്ന, തൂക്കിലിടുന്ന ഇങ്ങനെയൊക്കെ പരിപാടികളൊക്കെ, എക്സിക്യൂഷൻ ചെയ്യുന്ന പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഇത് ഈ ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ടീമുകൾ വന്ന് മോണിറ്റർ ചെയ്തിട്ടാണ് ഏതാണ്ട് 800-ലധികം കൊലപാതകങ്ങൾ കഴിഞ്ഞ വർഷം അവിടെ നടത്തിയിട്ടുണ്ടെന്നുള്ളത് കണ്ടെത്തിയതും അതിൽ ഒരുപാട് കൊലപാതകങ്ങൾ ഇങ്ങനെ സ്ത്രീ വിഷയങ്ങളും ഈ ഡ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരെ ഒരു റെസൊല്യൂഷൻ UN കൊണ്ടുവരേണ്ടായി. ഇത് ബുധനാഴ്ചയാണ് ഇത് കൊണ്ടുവന്നത്. ഇത് കൊണ്ടുവന്നപ്പം ഇതിൽ 66 രാജ്യങ്ങളോളം ഇതിന് വിട്ടുനിന്നു, ആബ്സെന്റ് ആയിരുന്നു. മൊത്തം 77 രാജ്യങ്ങൾ ഇതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. അതേപോലെ 26 രാജ്യങ്ങൾ ഇതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പൊ ആ 26 രാജ്യങ്ങളിൽ മെയിൻ ആയിട്ട് വരുന്ന 2-3 രാജ്യങ്ങളുണ്ട്. അത് മാത്രം ഞാൻ പറയാം. അതായത് ഇറാന്റെ നിയമം ഇറാന്റെ അവകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് ചൈന, റഷ്യ, ബെലാറസ്, പാകിസ്ഥാൻ, അർമേനിയ, ക്യൂബ, ഇറാഖ്, ഇന്തോനേഷ്യ, ഒമാൻ, അൾജീരിയ, സിറിയ, ഇതുപോലുള്ള കുറച്ച് രാജ്യങ്ങൾ, ഇങ്ങനെ കുറച്ച് ചിന്തിക്കുന്ന കുറച്ച് രാജ്യങ്ങൾ, അത് അവരുടെ നിയമം അവരുടേതാണ്, അവരാണ് അതിൽ കാര്യങ്ങൾ തീരുമാനം എടുക്കേണ്ടെന്നുള്ള രീതിയിൽ ഇവര് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് UN റെസൊല്യൂഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ ഇന്റർനാഷണലി നടക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഈ കോടതി വിധിയാണ്. ഈ കോടതി വിധിയെ വളരെ പുച്ഛത്തോടു കൂടിയാണ് ഇസ്രായേൽ ഗവൺമെന്റ് മാറ്റി നിർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ വെസ്റ്റേൺ വേൾഡിൽ ഇതൊരു 2 ചേരി തിരിയാനുള്ള ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇതിന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.